ഇന്നത്തെ ദിവസം കടുകുമണിയുള്ളത് വളരെ വിശിഷ്ടമായ ഒരു കുടുംബത്തോടു കൂടെയാണ്. ഒരു ഭയങ്കര എനർജിയുള്ള 3 തലച്ചോറുകളുടെ കൂടെയാണ്. ഒരു വലിയ ബിസിനസ്, ഒന്നല്ല 2 ബിസിനസ് ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലി. ഇത് നമ്മുടെ ഹെൻറി ചേട്ടൻ, ജെൻസി ചേച്ചി, ഇത് റെജിനാൾഡ്, ഇവർ 3 പേര് കൂടിയിട്ടാണ് സ്പെഷ്യാലിറ്റീസ് ഫുഡ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് മെഷീനറീസ് എന്ന് പറയുന്ന 2 വ്യത്യസ്ത സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇവ രണ്ടും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ് താനും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. ഈ കടുകുമണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. സാറേ, നമ്മളിപ്പം ഈ മെഷീൻ, ഈ പുതിയ മെഷീനിൽ നമ്മൾ 1 മണിക്കൂറിൽ നമുക്ക് എത്ര അച്ചപ്പത്തിൻ്റെ പ്രൊഡക്ഷൻ എടുക്കാം? അതായത് ഏറ്റവും കുറഞ്ഞത്, അതായത് 4 ഇഞ്ച് ഡയമീറ്ററുള്ള അച്ചപ്പം ഏറ്റവും കുറഞ്ഞത് മണിക്കൂറിൽ 850 എണ്ണമെങ്കിലും നമുക്ക് വരും. ഏറ്റവും കുറവാ ഞാൻ പറഞ്ഞു, കൂട്ടി പറയുന്നില്ല. അതിൽ നിന്ന് പ്ലസ് ആയിരിക്കും, കുറവ് വരില്ല. മിനിമം ലീസ്റ്റ് മിനിമം ആണ് അതിൽ. അതായത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡബിൾ ആണ് മെറ്റീരിയൽ. ഇപ്പൊ അരി മാത്രമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ 850 എന്നുള്ളത് 1000 വരും. അങ്ങനെയാണ്. കാരണം അതിന് ഫ്രൈയിങ് ടൈം ഒക്കെ കുറച്ചും കൂടി കുറവ് മതി. അപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി നമുക്ക് ഈ മെഷീന്റെ സ്പീഡൊക്കെ കൂട്ടിയിടാൻ പറ്റും. ശരി. അപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ 20 എണ്ണം തന്നെ ഇപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ നമ്മുടെ മെറ്റീരിയലിന് ഏതാണ്ട് ഒരു 1-1.25 മിനിറ്റിന്റെ അടുത്ത് ഉണ്ട്. ഒരു എങ്ങനെ പോയാലും ഒരു 70 സെക്കൻഡ് കൊണ്ട് തീരും. ഒരു ബാച്ച് തീരും. അപ്പൊ അതുകൊണ്ട് 1 മിനിറ്റിന് മേലെ കയറി. അപ്പൊ അത് നമ്മുടെ മെറ്റീരിയലിന്റെ ബാറ്ററിന്റെ പ്രത്യേകത അനുസരിച്ച് സമയ വ്യത്യാസം, വെള്ളത്തിന്റെ ആടിനുള്ള വ്യത്യാസം വരും. അപ്പൊ വെള്ളം കൂടുതൽ, ഇപ്പൊ നമ്മള് കുറച്ചും കൂടി ലൂസ് ആണെങ്കിൽ, കനം തിക്നെസ് കുറവാണെങ്കിൽ അതിനൊക്കെ വ്യത്യാസം വരും. പെട്ടെന്നാവും. കാരണം കറങ്ങ് കുറവല്ലേ, പെട്ടെന്ന് മുരുവ് കയറും. അത്രയും വേവിക്കേണ്ട ആവശ്യം വരില്ല. ആദ്യം വേവിച്ചാൽ ചിലർക്കൊക്കെ ഈ 10 എണ്ണം 150 ഗ്രാം മതി. അപ്പൊ അങ്ങനെയുള്ള ചിലർക്ക് 170 ഗ്രാം മതി. എനിക്ക് ഇത് 200 സംതിങ് ഓളം വരുന്നുണ്ട്. 1 ഗ്രാം ഒരു 10 എണ്ണത്തിന്റെ 220 ഗ്രാമിന്റെ അത്ര വരണ്ട. ആ ഒരു വ്യത്യാസങ്ങൾ ഇതിനകത്ത്. നമ്മളിപ്പോ ഇട്ടിട്ടുള്ള 20 എണ്ണത്തിന്റെ ബാച്ച് ഇതുണ്ടല്ലോ, ഇതില് 1 മണിക്കൂറിൽ എത്ര എണ്ണം പ്രൊഡക്ഷൻ വരും? ഇപ്പൊ എന്റെ മാവ് വെച്ചിട്ട് എനിക്ക് ഇതിനകത്തൊരു 900 എണ്ണം പ്രൊഡക്ഷൻ കിട്ടും വരും. ഇതിപ്പോ തന്നെ നമുക്ക് ട്രാവലിംഗ് ടൈം എത്തിക്കഴിഞ്ഞു. ഈ ടൈമിംഗ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊരു 70 സെക്കൻഡ് മാക്സിമം. ഇതാണ് ഉണ്ണിക്കുഴലപ്പം. അടിപൊളി, നല്ല ടേസ്റ്റ്, നന്നായിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ണിക്കുഴലപ്പത്തിന്റെ കഥ എന്താ? ഉണ്ണിക്കുഴലപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വീടുകളിലും വലിയ കുഴപ്പം ഇരിക്കുക. നമ്മളത് കഴിക്കുമ്പോൾ കുറേ താഴെ പോവും. അപ്പൊ മൊത്തം നമുക്ക് കഴിച്ചു തീർക്കാൻ സാധിക്കില്ല, പകുതി ഒടിച്ചെടുക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്, ഇതിനെങ്ങനെ ക്യൂട്ടാക്കാം, എങ്ങനെ പെറുക്കി കഴിക്കാം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് എത്ര വർഷം മുമ്പ് ചെയ്തു തുടങ്ങിയതാ? 25 വർഷമായി. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പൊ സ്പെഷ്യാലിറ്റി ഫുഡ് പ്രൊഡക്ഷന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ. ഇതിപ്പോ വേറെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മളുടെ അറിവിലില്ല. നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണോ, എനിക്ക് നേരത്തെ മകനോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു അമ്മാമ്മ കണ്ടെത്തി തന്ന റെസിപ്പിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഐഡിയ കൊണ്ടുവരാനേ അറിയുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ഫുഡ് പ്രിസർവേറ്റീവ് കോഴ്സ് ആണ് പഠിച്ചതെങ്കിൽ പോലും എനിക്ക് അതിലേക്ക് കൂട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് അമ്മ ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു തന്നു. വളരെ നന്നായിരിക്കുന്നു, നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഒരു സ്പെഷ്യൽ. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ്റെയും പിറകിൽ അല്ലെങ്കിൽ ഒപ്പം ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞാനിപ്പോൾ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാറ് പറയുന്നതിൽ കൂടെ നിന്ന് എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ഒരു, അങ്ങനെയാണ് പറഞ്ഞു തീരുന്നില്ല വാക്ക്. എന്താണ് നിങ്ങളുടെ കെമിസ്ട്രി, എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? അതായത് വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾ അക്കരെ നിൽക്കുക, ഒരാൾ ഇക്കരെ നിൽക്കുക. സാർ പുറത്തായിരുന്നു. അപ്പൊ അതില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ എങ്ങനെ കൂടെ നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു, എന്ത് പ്രൊഡക്ഷൻ, എന്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം.
അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മളിവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിവിടെ അച്ചപ്പം, കുഴലപ്പം, തട്ട, മടക്ക്, ഡയമണ്ട് കട്ട്സ് എല്ലാം അരിയുടെ പ്രോഡക്ട്സ് ആണ് കൂടുതലും ഉള്ളത്. മിക്കതും അരിയുടെ പ്രോഡക്ട്സ് ആണ്. ഇത് സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ എവിടെയൊക്കെയാണ്? നമ്മളുടെ വണ്ടി പോകുന്നുണ്ട് റൂട്ടുകളിൽ, പിന്നെ ഏജൻസികളുണ്ട്. നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുന്ന ഏജൻസികൾ ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പൊ ഉള്ളത്? കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഞങ്ങൾ വടക്കോട്ട് വന്നിട്ടില്ല, അങ്ങോട്ട് പോന്നിട്ടില്ല. തൃശ്ശൂർ വേക്കൻഡ് ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാം, അല്ലെ, സംസാരിക്കാം. ഓക്കെ, ഗുഡ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാണ്, ഈ പ്രോഡക്റ്റ് വളരെ രസകരമാണ്. ഞങ്ങൾ ഓരോ പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ വളരെ ക്രിസ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ ഓയിലൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും നല്ല പ്രോഡക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഇതിൻ്റെ താഴെ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്കീമുകളൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സമീപിക്കാം. അതിന് കൂടി ഈ ഒരു അവസരം, ഇത് പറയാൻ കൂടി ഒരു അവസരം ഞങ്ങൾ എടുക്കുകയാണ്. ആവശ്യമാണ് എല്ലാ സൃഷ്ടികളുടെയും മാതാവ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലേ? കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ വേഗത വേണം, നമുക്ക് നന്നായിട്ട് റെഗുലറായിട്ട് ചെയ്യണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ കൂടി വന്നപ്പോൾ കണ്ടെത്തിയ ഒരു മെഷീനാണ്. ഇതിൻ്റെ കഥ സാറിന് പറയാമോ? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ അച്ചപ്പം ഞാൻ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്നത്, അത് മാനുവലി. അങ്ങനെ നമുക്ക് ലേബറിൻ്റെ പ്രോബ്ലം അടിക്കടി വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനൊന്ന് മെക്കാനിസം ചെയ്യാം. ഏത് രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം ഞാൻ കരുതിയിരുന്നു. അങ്ങനെ ഞാനും വൈഫും കൂടി ചേർന്ന് ഒരു മെഷീൻ അങ്ങോട്ട് പതുക്കെ ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു വർഷത്തോളം അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കും, പൊളിക്കും പണിയും. അപ്പോൾ വൈഫ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അച്ചപ്പത്തിനെ കുറിച്ച് ഏതാണ്ട് ധാരണയുണ്ട്. ഒരു 6-7 കൊല്ലം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് മാനുവലി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 25 വർഷം ആയി ഇപ്പൊ നമ്മുടെ അച്ചപ്പം പരിപാടി തുടങ്ങിയിട്ട്. അതിൽ 7 വർഷം മുമ്പാണ് നമ്മൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ലേബർ ഒരിക്കലും നമുക്ക് അച്ചപ്പത്തിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഗ്യാസ് കത്തിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. അപ്പൊ ഈ തീ കത്തിക്കുമ്പോൾ ഈ തീയിന്റെ ചൂട് ഒന്നല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ വിറക്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതിന്റെ ആവി അടിക്കും. പട്ടപ്പെട്ട നമ്മൾ എത്ര വടി കുത്തി വെച്ചാലും ഇതിന്റെ സ്റ്റീം വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ക്ഷീണിക്കും. ഞാനാണെങ്കിൽ ശരി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്, നമ്മളെല്ലാവരും ഒന്ന് തന്നെ മനുഷ്യർ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ വന്നു. എന്തിനാണ് അവർ ഇത്രയും ബുദ്ധി? അപ്പൊ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു മെഷീൻ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ആ തീമിലോട്ട് മാറിയത്. അതങ്ങനെ അങ്ങോട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ ഈ രൂപത്തിൽ കൊണ്ടുവരാം, സാധ്യമാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഒരു മെഷീനാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് മെഷീൻ ഒരു ലെങ്തി മെഷീനാണ്. അതിപ്പോഴും നമ്മുടെ കമ്പനിയിൽ ഓടുന്നുണ്ട്, അപ്പുറം സൈഡിൽ ഓടുന്നുണ്ട്. അതൊരു 11 അടി നീളം. അതിനകത്തൊരു 10 അച്ചപ്പം വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഴപ്പമില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. 10 എണ്ണം 1 മിനിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 10 അച്ചപ്പം ഉണ്ടാക്കുന്ന മെഷീനിൽ നിന്നും നമ്മൾ പുതിയ മെഷീനിലേക്ക് വന്നു. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മെഷീൻ. അതെ. അപ്പോൾ ഇതിന്റെ കഥയിലേക്ക് വരാം. അതായത് ഇതിനകത്തോട്ട് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നമുക്ക് പോരാ, പ്രൊഡക്ഷൻ കൂട്ടണമെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതാണ് പിന്നെ അടുത്ത ചിന്താഗതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ലൈൻ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഒരു ലൈനിലാണ് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അച്ചപ്പം അങ്ങാട് നീങ്ങി പോകുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ പോക്ക്. ഈ പ്രാവശ്യം നമ്മൾ അത് വെച്ചാൽ മനസ്സുകൊണ്ടൊന്ന് തിരുത്തി എഴുതി ഇതിനെങ്ങനെയെങ്കിലും വീതി കൂട്ടിയിട്ട് നീളം കുറച്ചു. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡബിൾ ലൈൻ ഇടാനുള്ള ഒരു സാഹചര്യം. മാത്രമല്ല ഒരു ചെറിയ കെട്ടിടത്തിന്റെ വലിപ്പവും ചെറുത് മതി. ഒരു 10 റൂം ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കിത് ലൈവായി എല്ലാവർക്കും വേണമെങ്കിൽ ലൈവായിട്ട് ഷോപ്പിലിട്ട് വിൽക്കാൻ ചെയ്യാം. അപ്പൊ നമ്മൾ പലയിടങ്ങളിലും കാണുന്ന നമ്മുടെ ജിലേബി ചെയ്യുന്ന പോലെ ലൈവായിട്ട് അച്ചപ്പം കൊടുക്കാം. ചെയ്യാം. ഇപ്പൊ പാലക്കാടൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇപ്പൊ അവിടെ ഒരു കമ്പനിയിൽ അവര് ലൈവ് ഷോപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് അവര് ഒരു ബിസിനസ് സാധ്യതയെ പരിചയപ്പെടുത്തുകയാണ്. എല്ലായിടത്തും നമ്മൾ ലൈവ് ജിലേബി കൊടുക്കുന്നത് പോലെ ഈ മെഷീൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് അച്ചപ്പം കൂടി ചെയ്യാം. ഞങ്ങളൊരു പുതിയ ബിസിനസ് സാധ്യതയെ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു മിഷനിലോട്ട് നമുക്ക് വന്ന് അപ്പൊ നമുക്ക് കുറച്ച് സ്ഥല സൗകര്യങ്ങൾ കുറച്ച് മതി. പിന്നെ ഇതിനകത്തുള്ളത് വെച്ചാൽ മറ്റേ ഇച്ചിരി വാട്ട്സ് കൂടുതലാണ്. അത് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. കോമൺ സെറ്റായി ഏത് സൈസ് അച്ചും നമുക്ക്
അതിനകത്ത് സൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഏതാ സൈസ്? ഇതിപ്പോ 4 ഇഞ്ച്. 4 ഇഞ്ച്. താഴെ വരുന്നത് നമുക്ക് 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ. ആ സ്ക്വയറിൽ കാണുന്നത് എത്ര? അത് 2 ഇഞ്ച്. 2 ഇഞ്ച്. അപ്പൊ അതിന്റെ എത്ര അതാവുമ്പോഴത്തേക്കും കുറെ വോളിയം കൂടും. അതിനകത്ത് 40 എണ്ണം കയറും. 40 എണ്ണം. അപ്പൊ 20 പകരം 40 ആയി. ഡബിൾ പ്രൊഡക്ഷൻ ആയി. പിന്നെ 1.5 ഇഞ്ച് വരെ വരും. 1.5 ഇഞ്ച് ആവുമ്പോൾ അതിലും ചെറുതാവും. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10-50 പീസ് അറ്റ് എ ടൈം വരും. അത് കോരി എടുക്കാം. കൊഴലപ്പം പോലെ ഉണ്ണിയച്ചപ്പവും. അല്ല, അത് പലരും ഉണ്ടാക്കുന്നതാണ്. പലരും കയ്യിൽ ഉണ്ടാക്കുന്നവരാണ്. അവര് തന്നെയാണ് നമ്മളോട് സജഷൻ ചെയ്യണം ഗിന്നച്ചപ്പം ഇട്ട് തന്നെ ഒക്കെ ചെയ്യണം. ഇപ്പൊ പല കമ്പനിക്കാരും അങ്ങനെയാണ് വന്നത്. ഇപ്പൊ അതുപോലെ ഇതിനകത്ത് 2 സെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ഓടുന്നത്. അതായത് മാവ് ഇപ്പുറത്ത്, അത് ഇത് 2ആയിട്ട് നമ്മൾ പാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ ആദ്യം വന്ന് ഇവിടെ മുങ്ങിയിട്ട് ഇവിടെ നിന്ന് അത് ഫ്രൈയും കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പുറത്ത് വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു മാറ്റുന്നു. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അത് സാധാരണഗതിയിൽ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണെങ്കിൽ, മെഷീൻ മാനുഫാക്ചർ മാത്രമാണെങ്കിൽ ആ പൊങ്ങിയിട്ടാണ് അത് മൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് തുഴഞ്ഞിങ്ങോട്ട് വരുവാണ്. അപ്പൊ ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ആ സമയം കൂടി അത് വേവുന്നു, ഇവിടെ വരുന്നു, കംപ്ലീറ്റ് ആവും, എടുക്കുന്നു. അത് പറയാതെ വയ്യ. അത് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് സാധ്യമായിരിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തീം വന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ. പിന്നെ ഇതിനകത്ത് വേറെ എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്കിത് കയറ്റി അയക്കണം. ഉള്ളിൽ വന്നത് അതാണ്. ഇതിപ്പോ നമുക്കത് പുറത്തോട്ട് കയറ്റി അയക്കണം, എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അവര് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ അവർക്ക് എന്തോരം കോമ്പാക്ട് ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ മിഷൻ ഇങ്ങനെയും കൂടി ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് കുറെ ദിവസങ്ങളെടുത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ഒക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം മൊത്തത്തിലൊരു റിന്യൂവേഷൻ കണ്ടില്ല. ആ മിഷ്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളാണ് ഇതിലോട്ട് വന്നത്. ഞാൻ മറ്റൊരു കാര്യം നേരത്തെ സംസാരിച്ചതിനിടയിൽ ഞാൻ കേട്ടു, ഇതിന്റെ 3ാമത് ജനറേഷൻ വന്നിരിക്കുന്നു. ഒരു പുതിയ ജനറേഷൻ കൂടെ വന്നു. ഇതിന്റെ തന്നെ ചെറുത്. അതായത് നേരത്തെ നമ്മൾ 10 എണ്ണം എന്ന് പറയും. ഇപ്പൊ ഇതിനകത്ത് 20 എണ്ണം അല്ലേ? 10 എണ്ണം ഓടിക്കാവുന്ന ഒരു മിഷ്യൻ. അപ്പോ വീതി കുറയോ നീളം ഒന്നും കുറയില്ല. ഇത് തന്നെ വീതി, ഈ ടാങ്കിന്റെ വീതി കുറച്ചും കൂടി കുറയും. അപ്പൊ അങ്ങനെ കുറയും. കുറച്ചുകൂടി പ്രൊഡക്ഷൻ കുറവ് ആവശ്യമുള്ളവർക്ക് ആ മെഷീൻ മേടിച്ചാൽ മതി. അത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ കുറെ കൂടി കുറയും. അത് 4.35 വരും. ഇത് 6.85 വരും. അപ്പൊ അത് മറ്റേ 6.35 വരും. ഏത് 4.35 വരും. ഏത് പോക്കറ്റിനും സ്യൂട്ട് ആകാവുന്ന രീതിയിലുള്ള മെഷീൻസ് ഉണ്ട്. അച്ചപ്പത്തിന്റെ മെഷീൻ നമ്മളോട് ചോദിച്ചാൽ എന്തുണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതിനകത്ത് സാധിക്കും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതും കൂടി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയുള്ള പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ഇത് ഇങ്ങനെ ആക്കി തരാൻ പറ്റും. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഫുള്ള് 304 ആണ്. 304. അപ്പൊ ഗ്രേഡിലൊന്നും ഒരു വ്യത്യാസമില്ല. പെർഫെക്റ്റ് സാറേ. അപ്പൊ നമ്മള് മെഷീനെ കുറിച്ച് ഏകദേശം നമ്മൾ കുറെ കാര്യങ്ങളോട് കടന്നു. എനിക്കിനി അറിയാനുള്ളത്, ഈ ടാങ്ക് അത് എത്ര ലിറ്റർ ബാറ്ററി കപ്പാസിറ്റിയാണ് അതിനുള്ളത്? അതായത് 20 ലിറ്റർ കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. അതായത് ഒരു 10 കിലോ മാവ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്കൊരു 20 ലിറ്ററിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു 18.5. അതൊക്കെ അത് ഓരോരുത്തരുടെ മെറ്റീരിയൽ അനുസരിച്ചുള്ള വ്യത്യാസമാണ്, വ്യത്യാസങ്ങൾ വരാം. അപ്പൊ 20 ലിറ്റർ ഇതിനകത്ത് നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് മാവ് വരും. അപ്പൊ ഓരോ പ്രാവശ്യവും അവിടെ വന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള മാവ് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി വരും. അങ്ങനെയാണ് ഇതിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതങ്ങനെയാണ് അതിന്റെ ലെവൽ. അപ്പൊ ഇതിനൊരു ലെവൽ സ്കെയിൽ ഉണ്ട് ഇവിടെ, കണ്ട. അപ്പൊ ഇതിനകത്ത് വന്ന് ഈ ലെവലിൽ ഇത് നിറഞ്ഞു നിൽക്കും. ഇനി അതിൽ നിന്ന് കൂടുതൽ സപ്പോസ് വന്ന പോലും ഇതിന്റെ ഇതിനകത്ത് വന്ന് കിടക്കും. മനസ്സിലാണ്ട? അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അച്ചപ്പം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയ അച്ചപ്പം നമ്മൾ ഇവിടെ നിന്ന് പെറുക്കി ഇതിന്റെ മുകളിലോട്ട് വെക്കുന്നു. അവിടെ നിന്ന് വന്നു. അപ്പൊ അവിടെ നിന്ന് മുങ്ങി ഇത് വന്ന് പെറുക്കി മുകളിലോട്ട്. കഴിഞ്ഞ മെഷീനിൽ ഉണ്ടായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് വരില്ല, നേരെ അത് 2 ലെയറായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് കടക്കില്ല, അപ്പുറത്തോട്ട് കടക്കൂല. മറ്റേ മെഷീൻ അങ്ങനെ ആയിരുന്നില്ല. മറ്റേ മെഷീൻ ഇവിടുന്ന് തള്ളി അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ചപ്പത്തിന് നേരത്തെ ഷേപ്പ് വ്യത്യാസം, ഇത് അച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ ആ ടൈമിന് ഈ ഷട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് താഴോട്ട് പോയി നിൽക്കും. എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കഴിയുമ്പോൾ ഷട്ടർ അങ്ങോട്ട് പൊങ്ങിയിരിക്കും. ഇതിന്റെ ടെമ്പറേച്ചറുകൾ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് നോർമലി നമുക്ക് ഇപ്പൊ നമ്മുടെ മാവിന്റെ ബ്ലെൻഡിങ് അനുസരിച്ച് നമുക്കൊരു 165 കണ്ട ഇതുമേല് ഇത് നമുക്ക് സെറ്റിങ്ങിന്റെ ബട്ടറാണ്. അപ്പൊ ഒരു 165 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി. അപ്പൊ നമുക്ക് ആ ടെമ്പറേച്ചർ ആകുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആയിക്കോളും. അത് കഴിഞ്ഞ് വീണ്ടും തണുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവും. ഇതിനകത്ത് എത്ര ലിറ്റർ എണ്ണ? 27 ലിറ്റർ ആണ് നമുക്ക് ഇതിനകത്ത് കപ്പാസിറ്റി. അപ്പൊ 27 ലിറ്റർ നമ്മുടെ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. അതായത് ഇതിന്റെ ഷട്ടർ കണ്ട, സെൻട്രലുള്ള ഷട്ടർ, ഈ ഷട്ടറിന്റെ അവിടെ ഹൈറ്റിൽ എണ്ണ ഉണ്ടായാൽ മതി. അതായത് 27 ലിറ്റർ ഓയിൽ ഒഴിച്ചാൽ അതിന്റെ ലെവലിന്റെ മുകളിൽ നിൽക്കും. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഗ്യാസ്
എല്ലാരും ചോദിക്കും ഇത് ഗ്യാസ് ഗ്യാസിൽ ചെയ്യണതില്ല പോലെ അല്ല. അതെന്താ? അത് പറഞ്ഞുതരാം. ഇതൊരു ഇത്രയും ഇതിന്റെ പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ ഒരു സിലിണ്ടർ വരും. അതായത് ഒരു ദിവസം ഇൻഡസ്ട്രിയൽ work ചെയ്യാനായിട്ട് ഒരു സിലിണ്ടർ വേണം. ഒരു 1600 ഇന്നത്തെ നിലക്ക്. ഇപ്പൊ അടുത്ത മാസം ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. എന്നാലും 1600 താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്. 1800 ഇൻഡസ്ട്രിയൽ സിലിണ്ടർ അങ്ങനെയാണ്, 1800 വരെ പോയതാണ്. അപ്പൊ നമ്മൾ ഈ 1600 ഒരു ദിവസം കത്തും. ഇത് വർക്ക് ചെയ്യുന്നത് 15000 വാട്ട്സ് ആണ്. ഓക്കെ. അപ്പൊ ഒരു മണിക്കൂർ 15 യൂണിറ്റ് കറണ്ട് എടുക്കും. അപ്പൊ ഒരു മണിക്കൂർ നമുക്കൊരു 96 രൂപയുടെ കറണ്ട് എടുക്കും ഒരു മണിക്കൂറിൽ. അത് നമ്മൾ 8 മണിക്കൂർ കണ്ടിന്യൂസ്, അതായത് കട്ട് ഓഫ് ഇല്ലാണ്ട് കൂട്ടിയാൽ. കട്ട് ഓഫ് ഉണ്ട്, കാരണം നമ്മുടെ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് കട്ട് ഓഫ്. അപ്പൊ കട്ട് ഓഫ് ടൈമും കിട്ടും. അത് നമുക്ക് കൂട്ടാം, കുറച്ച് പവർ കുറവേ വരുള്ളൂ, കുറച്ച് പവർ കൂടെ കുറയുള്ളൂ. അത് കൂട്ടാണ്ട് തന്നെ നമുക്കൊരു 96 രൂപ. അപ്പൊ എങ്ങനെ കൂട്ടിയാലും ഒരു 700 രൂപയുടെ കറണ്ട് കാശ് ഒരു ദിവസം വർക്ക് ചെയ്ത് തരും. പ്രൊഡക്ഷൻ കിട്ടും. അതേസമയം ഇത്രയും സാധനം നമ്മൾ ഗ്യാസിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1600 രൂപ ഗ്യാസിന് മാത്രം ഡെഫിനറ്റ് വരും. ഞാനിത് ഗ്യാസ് കത്തിക്കുന്നതും കൂടി ആളാണ്. ഞാനിത് ഗ്യാസിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച ആളാണ്. അപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് ഇതിന് നല്ലത് നമുക്ക് ഇലക്ട്രിസിറ്റി തന്നെ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. അതൊരുന്ന് കുറഞ്ഞു. ഇനി അതിന്റെ കൂടെ ഇതിനകത്ത് നമ്മൾ ഗ്യാസ് കൊടുക്കുമ്പോൾ ഫയറായി. അപ്പൊ അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഉപരി ഇതിന്ന് പുക വരും. ഓയിലിന്റെ കളർ മാറി. ഇതിപ്പോ നമ്മൾ 2 മണിക്കൂറായി ഇവിടെ, പക്ഷേ 2 മണിക്കൂറായിട്ട് ഇപ്പോഴും 2 മണിക്കൂറല്ല. നിങ്ങൾ ഇന്ന് ഒരു മാസം ഇതിൽ വർക്ക് ചെയ്യിച്ച് നോക്കിയോ ഈ കളർ തന്നെയാണ്. പക്ഷെ അങ്ങ് ഒരു മാസം വർക്ക് ചെയ്യിക്കാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് കളർ മാറില്ല. ഇപ്പൊ ഓണായി 169 ഡിഗ്രി ചൂടുണ്ട് ഇതിന്. ഇപ്പൊ എണ്ണക്ക് ചൂടുണ്ട്, കണ്ട നമുക്ക് ഇതിനെ തൊടാം. നമ്മൾ ചൂടെടുത്തിക്കണം. അവർക്ക് വൈകുന്നേരം മുമ്പ് നമ്മള് ടയർഡ് ആവൂലേ? അതെ. അപ്പോൾ തൊഴിലാളികൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്നു. ചെറിയ സ്ഥലത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഈ മെഷീൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 റൂമിലാണെങ്കിൽ 2 മെഷീൻ വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം. ചെറിയൊരു സംവിധാനത്തിൽ MSME സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ. പിന്നെ പോരാത്തതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞു, നമ്മൾ ഇതിന്റെ ഇവിടുത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് വല്ല ഇനിയിപ്പോ പഴംപൊരി വർക്ക്, മറ്റുള്ള സാധനങ്ങൾ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സമൂസ വർക്ക്, എന്ത് വേണേൽ ചെയ്യാം. അത്രയധികം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഈ ഒരു സംഭവത്തിന്റെ വില എത്രയാണ്? വില വരുമ്പോ 685 6,85,000 ഈ മെഷീൻ. എല്ലാ ടാക്സും എല്ലാം അടക്കം? അല്ലല്ല, മെഷീന്റെ പ്രൈസ്. ടാക്സ് ഗവൺമെന്റ് അത് 18% ഗവൺമെന്റിലോട്ട് നമ്മൾ അടച്ചേ പറ്റും. അത് നമ്മുടെ അല്ല, മെഷീൻ കോസ്റ്റ് ആണ് 6,85,000. ഇതിന്റെ താഴെ വരുന്ന ഇതേ മോഡലിൽ തന്നെ ഇപ്പൊ പുതിയ മെഷീൻ പറഞ്ഞില്ലേ, 10 എണ്ണത്തിന് 435. അപ്പോ ചെറിയ യൂണിറ്റുകൾക്കാണ് 435 മെഷീൻ എടുക്കാം. അതിനകത്ത് ഇൻസ്റ്റലേഷൻ, കമ്മീഷനിങ്, ട്രെയിനിങ്, അതിന്റെ ബ്ലെൻഡിങ്, പുതിയതായിട്ട് വാറണ്ടി, പുതിയതായിട്ട് തുടങ്ങുന്ന കസ്റ്റമറിന് ഒന്നും വേണ്ട, കൊണ്ടുവന്ന് നോക്കിയാ ഞങ്ങൾ അവിടെ വന്ന് പ്ലഗിൻ ചെയ്യാൻ, ഞങ്ങൾ അവിടെ വന്ന് അവർക്കത് വേണ്ട രീതിയിൽ കാണിച്ച് സുന്ദരമാക്കി കൊടുക്കും. അവിടം വരെ നമ്മൾ നിൽക്കും. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് സപ്ലൈ കിട്ടുക? എവിടേക്കാണ് സാർ ഇതുവരെ കൊടുത്തിട്ടുള്ളത്? ഇതിപ്പോ നമ്മൾ ഓൾ ഇന്ത്യ ബേസിലാണ് കൊടുക്കുന്നത്. ഓൾ ഇന്ത്യ ബേസിലാണ്. അതിനപ്പുറത്താണ് നമ്മുടെ സ്വപ്നം എക്സ്പോർട്ട് ചെയ്യണം. അത് അല്ല, എക്സ്പോർട്ട് ഉണ്ട്. തുടങ്ങി കഴിഞ്ഞു. അതിപ്പോ 5-6 മാസമായി ഇപ്പൊ ഓരോ സ്ഥല രാജ്യങ്ങളിലും കയറി പോകാൻ തുടങ്ങി. ഈ മിഷൻ ആയപ്പോ എല്ലായിടത്തും കയറി പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച്, അതായത് ഈ കമ്പനിയുടെ അടുത്ത ഒരു പുതിയ ജനറേഷന്റെ കയ്യിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ? കാരണം നമ്മളിപ്പോ എന്റെയൊക്കെ ഒരു ജനറേഷനിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം, അതേപോലെ തന്നെ സ്റ്റിൽ ട്രഡീഷണൽ ആയിട്ട് നിൽക്കണം, എന്നാൽ കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടും, അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ എത്തിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുക, സപ്ലൈസ് കൂട്ടുക, നല്ല ഫുഡ്, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഫുഡ് നാട്ടുകാരിൽ എത്തിക്കുക. അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയായിട്ട് നമ്മുടെ ഫുഡ്സിലൊന്നിലും പ്രിസർവേറ്റീവ്സും ഇല്ല, നോ ആഡഡ് കളേഴ്സ്. ഞാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ബ്രാൻഡാണ് അമ്മാമാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ആയിട്ട്. സ്പെഷ്യാലിറ്റി ഫുഡ്സിന്റെ തന്നെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അമ്മാമാസ് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് പുറത്ത് വരുന്നതായിരിക്കും മാർക്കറ്റിൽ. ഒരു മാക്സിമം ഒരു 15 days അതിനുള്ളിൽ. ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ അതൊരു കംപ്ലീറ്റ്ലി പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും ആൾക്കാരിലേക്ക് എത്തുന്നത്. അതെ. അപ്പൊ അതിന് പ്രത്യേകിച്ചും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാം വളരെ നന്നായിട്ട് നടക്കട്ടെ. ഒരു പുതിയ മുഖം, ഈ ഒരു പ്രൊഡക്റ്റിന്റെയും ഈ കമ്പനിയുടെയും പുതിയ മുഖം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സിലായിരുന്നു നമ്മൾ ചെലവഴിച്ചത്. ഇവിടുത്തെ വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇവിടുത്തെ ഫുഡ് പ്രോഡക്ട്സ് കണ്ടു, ഇവിടുത്തെ ഇവർ ആവശ്യത്തിനനുസരിച്ചുണ്ടാക്കിയ മെഷീനറിയെ കണ്ടു. എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ സംരംഭം
തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സിനെയും സ്പെഷ്യാലിറ്റി മെഷീനറീസിനെയും വളരെ ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകരിക്കും. അപ്പോൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് കാണുമ്പോഴേക്കും നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.